ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കെ സിദ്ദീഖ് നടത്തിയ വാർത്താ സമ്മേളനവും ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ബാബുരാജിന്റെ നിലപാടുമാണ് അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിക്ക് വഴിവെച്ചത്. കാര്യമായ അടിച്ചുപണി ഉണ്ടായില്ലെങ്കിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമെന്ന് വനിതാംഗങ്ങളടക്കം മുന്നറിയിപ്പ് നൽകിയതോടെ ഗത്യന്തരമില്ലാതെയായിരുന്നു ഭരണസമിതിയുടെ രാജി. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ സാക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ ഏകപക്ഷീയ വാർത്താ സമ്മേളനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ജഗദീഷ് അടക്കമുള്ളവരുടേത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ താരസംഘടനയ്ക്കുള്ളിലുണ്ടായത് ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത രോഷം. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തവരെ വിശ്വാസത്തിലെടുക്കണമെന്ന ആവശ്യം. അതിനോട് മുഖം പോലും കൊടുക്കാതെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതെ ജനറൽ സെക്രട്ടറിയും ഭരണസമിതിയും ഒളിച്ചോടിയെന്ന വിമർശനം തൊട്ടു പിന്നാലെ. ജഗദീഷ് അടക്കമുള്ളവർ പരസ്യ വിമർശനവുമായി രംഗത്ത്. തുടർന്ന് അമ്മയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സമാനതകളില്ലാതെ കലാപകലുഷിതമായി. ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ബാബുരാജിനെതിരെ കൂടി ആരോപണം ഉയർന്നതോടെ സ്ഥിതി വഷളായി. ബാബുരാജിന്റെ രാജി ആവശ്യപ്പെട്ട മുതിർന്ന അംഗങ്ങളും യുവ വനിതാ അംഗങ്ങളും രംഗത്തെത്തി. ആവശ്യമുന്നയിച്ചവരിൽ ജഗദീഷ് മുതൽ ടൊവിനോയും മൻസിബ ഹസനും വരെ. സംഘടനയിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയേണ്ടി വരുമെന്ന് ചില വനിതാ അംഗങ്ങൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും വാട്സാപ്പ് സന്ദേശങ്ങൾ വഴി മുന്നറിയിപ്പ് നൽകി. ഭരണസമിതിക്ക് കീഴിൽ തുടരാൻ കഴിയില്ലെന്ന് ചില മുതിർന്ന വനിതാ അംഗങ്ങളും മോഹൻലാലിനെ അറിയിച്ചു. സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമെന്ന പ്രതീതി. രാജിവെക്കേണ്ടതില്ലെന്ന മമ്മൂട്ടിയുടെ അഭിപ്രായം പോലും അവഗണിച്ച് രാജിവെക്കാൻ മോഹൻലാലിന്റെ തീരുമാനം. ജഗദീഷിന്റെ അടക്കം നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പുകൾ സംഘടനയ്ക്കുള്ളിൽ രൂപം കൊണ്ടുവന്ന വിമർശനം കൂട്ടരാജിക്ക് മുൻപ് ഭരണസമിതിയും ഉയർത്തി. അപ്പോഴേക്കും യുവാക്കളും ചില മുതിർന്ന അംഗങ്ങളും നിലപാടുമായി ജഗദീഷിനു പിന്നിൽ അണിനിരന്നു കഴിഞ്ഞിരുന്നു. തിലകനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദകാലത്തിന് ശേഷം താരസംഘടന കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കൂട്ടരാജിയോടെ താൽക്കാലിക പരിഹാരം. മീഡിയ 1 തിരുവനന്തപുരം.